ദൈവരാജ്യത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ് യേശു കൂടുതൽ പറഞ്ഞത്. അത് വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളാണ്. നാം ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഈ ലോകത്തെക്കുറിച്ചുള്ള കാര്യങ്ങളോ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഏത് കാര്യങ്ങളാണ് നാം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, ഏറ്റവും കൂടുതൽ പറയുന്നത്, ഏറ്റവും കൂടുതൽ മിണ്ടുന്നത്, ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്? ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നതാണ് നമ്മുടെ വായിലൂടെ പുറത്തു വരുന്നത്. നാം നമ്മെ തന്നെ ശോധന ചെയ്താൽ നമ്മുടെ ലക്ഷ്യം സ്വർഗമോ അതോ ഈ ഭൂമിയോ എന്ന് മനസ്സിലാകും. ഇന്ന് അനേകർ ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നവർ പോലും, യേശുവിനെ അന്വേഷിച്ചിറങ്ങുന്നവർ പോലും ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ നടക്കണം. ഈ ലോകത്തിൽ രോഗം മാറണം, തീർച്ചയായും രോഗം മാറണം. ഈ ലോകത്തിൽ കടബാധ്യതകൾ മാറണം, നിശ്ചയമായും കടബാധ്യതകൾ മാറിയല്ലേ പറ്റൂ. തീർച്ചയായും മാറണം. ഈ ഭൂമിയിലെ കെടുതികൾ മാറണം, കഷ്ടപ്പാടുകൾ മാറണം, നിരാശകൾ മാറണം. ആവശ്യത്തിന് ഒരു തെറ്റുമില്ല. പക്ഷേ നമ്മുടെ ലക്ഷ്യം എവിടെയാണ്? യേശുക്രിസ്തു ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളാണ്. ദൈവജനമേ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യം എവിടെയാണ്? നമ്മുടെ നിക്ഷേപമുള്ളിടത്ത് നമ്മുടെ ഹൃദയം ഇരിക്കും. ഈ ഭൂമിയിലാണ് നമ്മുടെ നിക്ഷേപമെങ്കിൽ, ഈ ഭൂമിയിലാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, ഈ ഭൂമിയിലെ ചില കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെങ്കിൽ നമ്മുടെ ഹൃദയം അവിടെ ഇരിക്കും. എന്നാൽ ഒരു വിരോധാഭാസം എന്ന് തോന്നുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് പറഞ്ഞു, മുന്നമേ യേശുവിൻ്റെ രാജ്യവും യേശുവിൻ്റെ നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഈ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. എന്നാൽ ഇന്ന് ഭൂമിയിലെ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി തത്രപ്പെടുന്ന മനുഷ്യൻ, ഹല്ലേലൂയ. എന്നാൽ അതൊന്ന് മാറ്റി, ആ ചിന്താഗതി ഒന്ന് മാറ്റി, എൻ്റെ കർത്താവേ, ഞാൻ ഉയരത്തിലുള്ള ചിന്തിക്കും, ഞാൻ സ്വർഗരാജ്യത്തിലുള്ള ചിന്തിക്കും, എൻ്റെ നിത്യജീവന് വേണ്ടിയുള്ള ചിന്തിക്കും, എൻ്റെ നിത്യസ്വർഗത്തിന് വേണ്ടിയുള്ള ചിന്തിക്കും. കർത്താവേ, അങ്ങനെ നാം ഓരോരുത്തരും നമ്മുടെ ആത്മീയ ജീവിതത്തിന് മുൻതൂക്കം കൊടുക്കുമ്പോൾ നമ്മുടെ ഭൗതിക കാര്യങ്ങൾ കർത്താവ് നടത്തിക്കൊള്ളും. ഇതൊരു വലിയ ആത്മീയ മർമ്മമാണ്. അനേകർക്ക് മനസ്സിലാകുന്നില്ല. എല്ലാം ലഭിക്കുമ്പോൾ ദൈവം എന്നെ അനുഗ്രഹിച്ചു, നിറവടിയായി അനുഗ്രഹിച്ചു, സമൃദ്ധിയായി അനുഗ്രഹിച്ചു, എനിക്ക് നിറവ് തന്നു, എല്ലാ സാമ്പത്തിക നിറവ്, വീട്, വലിയ വലിയ വീടുകൾ, മണിമാണികൾ, വാഹനങ്ങൾ, വസ്തുവകൾ എല്ലാം കർത്താവ് എനിക്ക് തന്നു. മോനെ, നിന്റെ ആത്മാവിൻ്റെ കാര്യമോ, നിന്റെ നിത്യതയുടെ കാര്യമോ? സ്തോത്രം. പാട്ടുകാരൻ പാടി, ആത്മാവിനെ കരുതിടാതെ അന്തമോർക്കാതെ എവിടേക്കോ നിൻ യാത്ര ഇപ്പോൾ ഒടുവിലെന്താകും, അവസാനം എന്താകും? ആത്മാവിന് വേണ്ടി കരുതുക.